നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് 11ാം ദിനത്തിൽ. ശിരൂരിൽ കനത്ത മഴ. ഗംഗാവലി നദിയിലെ അടിയൊഴുക്ക് ദൌത്യത്തിന് വെല്ലുവിളി. രക്ഷാപ്രവർത്തനത്തിന് മത്സ്യബന്ധന ബോട്ടുകളും മന്ത്രിമാരായ മുഹമ്മദ് റിയാസും കെ ശശീന്ദ്രനും ഇന്ന് ശിരൂരിലെത്തും. ബജറ്റിന്മേലുള്ള ചർച്ച പാർലമെന്റിൽ ഇന്നും തുടരും. ബജറ്റിലെ അവഗണനയിൽ ശക്തമായി പ്രതിഷേധിച്ച് പ്രതിപക്ഷം. നാളത്തെ നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കാൻ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ തീരുമാനം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള കർണാടക തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. ഏഴ് ബില്ലുകൾ തടഞ്ഞുവെച്ച ഗവർണറുടെ നടപടിക്കെതിരായ കേരളത്തിന്റെ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. ഹർജി പരിഗണിക്കുക ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് കേരളം ഹർജി. കാർഗിലിൽ പാകിസ്ഥാനുമേൽ ഇന്ത്യയുടെ ഐതിഹാസിക വിജയത്തിന് ഇന്ന് 25 വയസ്സ്. വീരമൃത്യു വരിച്ച 527 സൈനികരുടെ ഓർമ്മ പുതുക്കി രാജ്യം. കാലവർഷം കനത്തതോടെ മനോഹരമായിരിക്കുകയാണ് പുന്നയാർ കുത്ത്. പ്രദേശത്തെ ടൂറിസം വികസനത്തിന് പഞ്ചായത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. സംസ്ഥാനത്ത് നേത്രചികിത്സാ രംഗത്ത് അപൂർവ നേട്ടവുമായി പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി. 8 മാസം കൊണ്ട് 1000-ലേറെ നേത്ര ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കിയാണ് ഈ നേട്ടം കൈവരിച്ചത്. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടത്തുന്ന കയാക്കിംഗ് മത്സരങ്ങൾക്ക് തുടക്കമായി. ഫെസ്റ്റിവലിന്റെ ഔപചാരിക ഉദ്ഘാടനം ഇന്ന് പുലിക്കയത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. ലെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. കവിതയ്ക്ക് കൽപ്പറ്റ നാരായണനും, നോവൽ വിഭാഗത്തിൽ ഹരിദാ സാവിത്രിക്കും അവാർഡ്. MR രാഘവ വാര്യർക്കും CL ജോസിനും ഫെല്ലോഷിപ്പ്. പതിനാറാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് തുടക്കമാകും. മേളയിൽ 54 രാജ്യങ്ങളിൽ നിന്ന് 335 സിനിമകൾ പ്രദർശിപ്പിക്കും. മന്ത്രി MB രാജേഷ് മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. തിരുവനന്തപുരം ടെക്നോസിറ്റിക്ക് സമീപം ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തിയ കാട്ടുപോത്തിനെ മയക്കുവെടിവെച്ചു. കാട്ടുപോത്തിനെ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം കാട്ടിലേക്ക് തുറന്നുവിടും. അർജുന്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട പരാതി ഗൌരവമുള്ളതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. അർജുന്റെ വീട് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിലെ പ്രധാന വില്ലൻ ലഹരി ഉപയോഗമെന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു P സതീദേവി. അങ്കമാലി മുക്കന്നൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീടിന് മുകളിൽ വീണു. തോപ്പിലാൻ വീട്ടിൽ ഡേവിസിന്റെ വീടിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. അപകട സമയത്ത് ഡേവിസിന്റെ ഭാര്യയും കുഞ്ഞും വീടിന്റെ മറ്റൊരു ഭാഗത്തായിരുന്നതിനാൽ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു.
ഇൻസ്റ്റഗ്രാമിലൂടെ അശ്ലീല സന്ദേശം അയച്ചത് ചോദ്യം ചെയ്ത യുവതിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതി പിടിയിൽ. ഓമശ്ശേരി സ്വദേശി മിർഷാദിനെയാണ് കൊടുവള്ളി പോലീസ് പിടികൂടിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശി മുഹമ്മദ് മുഷ്റഫിനെയാണ് ചെങ്ങമനാട് പോലീസ് പിടികൂടിയത്. സോഷ്യൽ മീഡിയ വഴി അടുപ്പം സ്ഥാപിച്ചാണ് 14-കാരിയായ പെൺകുട്ടിയെ ഇയാൾ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. ഗ്രാം MDMA-യും 80 ഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിൽ. മരട് സ്വദേശി നന്ദു ശരത്ചന്ദ്രനാണ് പിടിയിലായത്. ആലുവ UC കോളേജിന് സമീപത്തെ വീട്ടിൽ നിന്നാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. കൊച്ചിയിൽ 8.9 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശി പിടിയിൽ. മുർഷിദാബാദ് സ്വദേശി 21-കാരനായ ജുറാഷ് ഷെയ്ഖിനെയാണ് കൊച്ചി സിറ്റി പോലീസ് പിടികൂടിയത്. തളിപ്പറമ്പിൽ സൂ സഫാരി പാർക്ക് ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സ്കൂൾ ബസ്സിറങ്ങി വീട്ടിലേക്കുള്ള റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കവേ അതേ ബസ് തട്ടി 6 വയസ്സുകാരി മരിച്ചു. നാരങ്ങാപ്പറ്റയിലെ തൊട്ടിപ്പറമ്പിൽ വീട്ടിൽ നൌഷാദിന്റെ മകൾ ഹിബയാണ് മരിച്ചത്. വൈക്കത്ത് വീട്ടുമുറ്റത്ത് കഞ്ചാവ് കൃഷി നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. വെച്ചൂർ സ്വദേശി P ബിപിൻ എന്നയാളെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. 64 സെന്റിമീറ്റർ മുതൽ 90 സെന്റിമീറ്റർ വരെയുള്ള 4 കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത്. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയെ പാബ്ലോ എസ്കോബാറിനോട് ഉപമിച്ച് ചന്ദ്രബാബു നായിഡു. സർക്കാരിനെതിരെ ജഗൻമോഹൻ റെഡ്ഡി നടത്തിയ പ്രതിഷേധത്തിന് പിന്നാലെയാണ് നായിഡുവിന്റെ അധിക്ഷേപം. മുംബൈയിലെ അടൽ സേതു കടൽപ്പാലത്തിൽ നിന്ന് ചാടി യുവാവ്. ഡോംബിവിലി സ്വദേശിയായ എഞ്ചിനീയറാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. പാലത്തിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറകളിൽ യുവാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. ബാലിസ്റ്റിക് മിസൈൽ പരിശോധനാ സംവിധാനത്തിന്റെ 2ാം ഘട്ടം വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ. ഒഡീഷയിലെ ചന്ദീപൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണം. മലക്പോട്ടിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡനത്തിനിരയായ സംഭവത്തിൽ യുവാവിനെതിരെ കേസ്. പെൺകുട്ടി താമസിക്കുന്ന ഹോസ്റ്റലിലെ ശുചീകരണ തൊഴിലാളിയായ 23-കാരനെതിരെയാണ് കേസ്. കശ്മീരിൽ ഭീകരാക്രമണങ്ങൾക്ക് പിന്തുണ നൽകിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. ജെയ്ഷെ അനുകൂലികളായ ലയാഖത്ത് അലി, മൂൽരാജ് എന്നിവരാണ് പിടിയിലായത്. ആക്രമണം സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ ഇവർ ബോധപൂർവം മറച്ചുവെച്ചു. ജമ്മു കാശ്മീരിലെ രജൌരിയിൽ നിരോധിത മയക്കുമരുന്ന് ഗുളികകൾ കൈവശം വെച്ച 2 യുവാക്കൾ അറസ്റ്റിൽ. ഇവരുടെ പക്കൽ നിന്നും നിരോധിത മയക്കുമരുന്നായ ട്രെമാഡോൾ ഹൈഡ്രോക്ലോറൈഡിന്റെ 3000 ഗുളികകൾ പിടിച്ചെടുത്തു.
ഉത്തർപ്രദേശിൽ തങ്ങൾക്ക് നേരെ വടിച്ചുഴറ്റിയെന്നാരോപിച്ച് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ കാവടി തീർത്ഥാടകർ മർദ്ദിച്ചു. നൂറുകണക്കിന് തീർത്ഥാടകരുടെ നടുവിൽ വെച്ചാണ് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത്. ഇന്ത്യയിൽ വന്ധ്യതാ നിരക്ക് ഗണ്യമായി വർദ്ധിച്ചത് ഭാവി ജനസംഖ്യയെ ബാധിക്കുമെന്ന് വിദഗ്ധർ. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്ത് 6-ൽ ഒരാൾക്ക് വന്ധ്യതയുണ്ടെന്ന് റിപ്പോർട്ട്. രാഷ്ട്രപതി ഭവനിലെ പേരുമാറ്റത്തെ പരിഹസിച്ച് പ്രിയങ്ക ഗാന്ധി. ദർബാർ എന്ന സങ്കല്പമില്ലെങ്കിലും ഷഹൻഷാ എന്ന സങ്കല്പമുണ്ടല്ലോ എന്നായിരുന്നു പേരുമാറ്റത്തെ പ്രിയങ്ക പരിഹസിച്ചത്. കമലാ ഹാരിസിന് തീവ്ര ഇടതുപക്ഷ ഭ്രമമെന്നും ഭരിക്കാൻ യോഗ്യയല്ലെന്നും ട്രംപ്. റിപ്പബ്ലിക്കൻ പാർട്ടി ആദ്യമായി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് ട്രംപിന്റെ പരാമർശം. ഹൈക്കിങ്ങിനിടെ കാൽവഴുതി 200 അടി താഴ്ചയിലേക്ക് വീണ 20-കാരിക്ക് ദാരുണാന്ത്യം. കാലിഫോർണിയയിലുള്ള യോസ്മൈറ്റ് ദേശീയോദ്യാനത്തിലാണ് സംഭവം. ഹൈക്കിങ്ങിനിടെ ശക്തമായ മഴയും കാറ്റും വന്നതാണ് അപകടത്തിന് കാരണമായത്. നെതന്യാഹുവിന്റെ സന്ദർശനത്തിനിടെ US പാർലമെന്റിന് മുന്നിൽ പ്രക്ഷോഭം. പലസ്തീൻ അനുകൂലികളാണ് പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. ഇസ്രായേലിന് സൈനിക സഹായം നൽകുന്നത് നിർത്തണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് പ്രക്ഷോഭം. HIV ബാധ തടയുന്നതിന് മരുന്ന് കണ്ടെത്തിയ ഗവേഷകർ. മനുഷ്യരിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന പ്രീ എക്സ്പോഷൻ പ്രോഫിലാക്സിസ് ക്ലാസ് മരുന്നായ ലെനക്കാവിർ അമേരിക്കൻ കമ്പനിയായ ഗിലയാദ് സയൻസസ് ആണ് വികസിപ്പിച്ചത്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കമലാ ഹാരിസിനേക്കാൾ യോഗ്യരായ മറ്റാരുമില്ലെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരീൻ ജീൻ പിയറി. വൈറ്റ് ഹൌസ് ബ്രീഫിംഗിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കരീൻ ജീൻ പിയറി. ഒളിമ്പിക്സ് അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കണ്ടെത്തലിൽ റഷ്യൻ ചാരനെന്ന് സംശയിക്കുന്ന ആൾ പാരീസിൽ അറസ്റ്റിൽ. ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങ് തടസ്സപ്പെടുത്തുമെന്ന് ഇയാൾ പ്രഖ്യാപിച്ചിരുന്നതായി റിപ്പോർട്ട്. റഷ്യയിലെ ഏറ്റവും സുന്ദരിയായ ബൈക്കർ എന്നറിയപ്പെടുന്ന തത്യാന അസോലിന ബൈക്ക് അപകടത്തിൽ മരിച്ചു. തത്യാനയുടെ ബൈക്ക് ട്രക്കിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു അപകടം. ഖാൻ യൂനിസിൽ ഇസ്രായേൽ നടത്തിയ ബോംബിംഗിലും പീരങ്കി ആക്രമണത്തിലും 24 കുട്ടികളടക്കം 121 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 1.5 ലക്ഷത്തിലേറെ പലസ്തീൻകാരാണ് ഇവിടെ നിന്നും പലായനം ചെയ്തത്. ശരീരം പാടെ തളർന്നെങ്കിലും മനസ്സ് തളർന്നില്ല. ചുണ്ടുകൾക്കിടയിൽ ബ്രഷ് കടിച്ചു പിടിച്ച് ജസ്ഫർ കോട്ടക്കുന്ന് പെയിന്റ് ചെയ്ത ഷർട്ട് വൈറൽ. നടൻ മമ്മൂട്ടിക്കാണ് ജസ്ഫർ ഷർട്ട് നൽകിയത്. ഒമാനിലെ വാദി കബീർ വെടിവെപ്പിൽ ഇരയായവരുടെ കുടുംബങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ്. ഇരയായവരുടെ കുടുംബങ്ങൾ മസ്കത്ത് ഇന്ത്യൻ എംബസിയിലെത്തി. പാലക്കാട് പ്രവാസി സെന്ററിന്റെ 4ാമത് വാർഷിക കുടുംബ സംഗമമായ ആരവം 2024 ജൂലൈ 27-ന് പാലക്കാട് പരുത്തിപ്പുള്ളി MS കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.